ഹായ്, ഈവനിങ് ആയപ്പം ഞാനും അഫ്സലും മനുവും അഞ്ചും കൂടെ ഷാർജയിലുള്ള ഒരു പാർക്കിൽ പോയായിരുന്നേ. അൽജാദ പാർക്കാണേ. അപ്പോൾ അവിടെ മാമാട്ടി കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. മാമാട്ടി പക്ഷേ വണ്ടി കയറി പകുതി ചെന്നപ്പോഴത്തേന് മാമാട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അവിടെ ഇറങ്ങിയപ്പോഴൊക്കെ മാമാട്ടി നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ അവിടെ പിള്ളേരെയും ഒക്കെ ഉണ്ടല്ലോ, അപ്പം കളിപ്പിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ പകുതിയായപ്പം പുള്ളിക്കാരി ഉണർന്നു കേട്ടോ. ഉണർന്ന് പിള്ളേരെ കളിക്കുന്നത് കണ്ടു. പിന്നെ കുറച്ച് നേരം പിള്ളേരുടെ കൂടെ ഒക്കെ ഇങ്ങനെ കളിക്കുമായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു അവൾ. ഗുഡ് ഗുഡ് മാമട്ടാ. ആ ശരിയാ, അഫ്സലിനെ വിളിച്ചേ എടുത്ത് കാണും. അഫ്സലിനെ വിളിച്ച് കുറച്ച് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ഒടുത്തിക്കൊണ്ട് പോവാം. അവര് കൊച്ച് ഇവളുള്ളോണ്ടാ പതുക്കെ വിടുന്നേ. പേടിയാന്നു. അതാ കുഞ്ഞോള് ഇവളുള്ളോണ്ടാന്ന് സ്പീഡ് കുറച്ച്. പേടിക്കുന്നു. അവള് പിടിച്ചിട്ടുണ്ടല്ലേ മാമാട്ടി. മാമാട്ടാ എവിടെയായിരിക്കുന്നേ? മറ്റേ സാധനത്ത്. ഹലോ, ഇത്രയും പിള്ളേരെടുത്ത് കൊച്ചു വിളിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ മാമാട്ടി കുറേ നേരം കളിപ്പിച്ച് പിള്ളേരുടെ കൂടെയൊക്കെ കളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അവിടെ കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് നടന്നു. ക്ലൈമറ്റ് നല്ലതായിരുന്നു, അത്യാവശ്യം വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം മനുവും അഫ്സലും അഞ്ചും കൂടെ ഭയങ്കര കളിയായിരുന്നു മാമാട്ടിയായിട്ട്. മാമാട്ടിയുടെ ഒരു ചെറിയ ബോളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് അവർ തട്ടുകയും കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ മുന്നോട്ട് തന്നു. അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, മറ്റേ വെള്ളത്തിൻ്റെ, നല്ല രസമാണ്. അഫ്സൽ അപ്പോൾ ഇതിന് മുമ്പേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ അവരവിടെ മാമാട്ടിയായിട്ട് കളിയായിരുന്നു. ഞാൻ അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് പോയി എന്നാൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേരെ. നല്ല പല ലൈറ്റിങ്, പല കളറുള്ള ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ്. അൽഗുബേബയിലും ഇതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഇപ്പോൾ അത് ഇല്ലെന്ന് തോന്നുന്നു. കറക്റ്റല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു, വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം മാമാട്ടിയൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നായിരുന്നേ. തിരിച്ചു പോകുന്ന വെച്ചാൽ ഒരു മാളിലോട്ടാണ് പോയത്, ഷാർജയിലുള്ള. ഇലക്കണ്ണ
ഇവർ പറയുന്ന വിസയും അവിടെ ചെലവും മാത്രമാണ് ടിക്കറ്റ് പറയുന്നത്. പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നേ, സ്റ്റേജ് ലൈറ്റിങ്ങും ഒക്കെ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയി എന്താ നോക്കാൻ, അവിടെ വീഡിയോസൊക്കെ എടുത്ത് എന്തോ പരിപാടി തുടങ്ങിയതാണോ കഴിഞ്ഞാണെന്ന് അറിയില്ല. ആൾക്കാരൊക്കെ അതിനകത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തിൻ്റെയോ പ്രോഗ്രാംസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ നോക്കി എന്താ അവിടെ. പക്ഷേ ദൂരെ നോക്കിയപ്പം നല്ല രസമുണ്ട് കേട്ടോ, ലൈറ്റൊക്കെ നല്ലൊരു ഇതുപോലെ. 2 ലൈറ്റ് സെറ്റ് ചെയ്യും. നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി ആയിരിക്കും ലൈറ്റൊക്കെ സെറ്റ് ചെയ്യായിരുന്നു ആൾക്കാരെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് അധികം നേരം നിന്നില്ല, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോന്നു. പിന്നെ ഒരു മാളിലൊക്കെ പോയായിരുന്നു ഞങ്ങൾ. മാളിൽ അത് കഴിഞ്ഞാണ് പോയത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയത്. ടി ജംഗ്ഷനുണ്ട് കിസേസിൽ. ടി ജംഗ്ഷനിൽ പോയി മനുവിൻ്റെ ഒരു കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരം കുറേ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നാണ് മാളിലേക്ക് പോയത്. മാളിലേക്ക് പോയി കഴിഞ്ഞിട്ട് മജുവേട്ടനടുത്ത് നേരെ പോയി. മാളിൽ പോയ വീഡിയോസ് ഞാൻ എടുത്തില്ല. അത് ഞങ്ങൾ നേരെ പോയത് കരാമയിലുള്ള കീർത്തിയിലാണ്. അവിടെ പോയി ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പം ബൈ.